ടിക്കറ്റ് കിട്ടിയില്ലേ? ടിക്കറ്റ് കിട്ടി. പൈസ ഇല്ലേ? 20 അല്ല, എവിടെയാ തരാൻ പറഞ്ഞേ പൈസ? ഇവിടെ എന്നാ തന്നോളൂ. ടിക്കറ്റ് ഞാൻ മുറിച്ചു തരാം കേട്ടോ. ആളെ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നല്ല ആരോഗ്യമുണ്ടോ? പക്ഷെ അച്ഛനെ ഞാൻ അവിടേക്ക് വന്നപ്പോ അച്ഛനോട് ഞാൻ ചോദിച്ചു, അമ്മമ്മ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞത് അമ്മമ്മ ഹോസ്പിറ്റലിൽ പോയത്. എന്താണെന്ന് എനിക്കറിയില്ല. സംഭവത്തില് നിങ്ങളോട് എന്താണെന്ന് പറ്റിയതെന്ന് പറഞ്ഞു. പനിയും ജലദോഷാണെന്ന് പറഞ്ഞത്. പിന്നെ അവിടെ തെന്നി വീണോന്ന് പറഞ്ഞിരിക്കുന്നു. തെന്നി വീണപ്പോ പൊട്ടലുണ്ടോ? ഞാൻ നോക്കിയിട്ടില്ല, ഡോക്ടറാണ് നോക്കിയത്. അപ്പോ പൊട്ടലുണ്ടാവാം, ഡോക്ടറിനോട് ചോദിച്ചു നോക്കൂ. താങ്കളുടെ അച്ഛപ്പ അവിടെ ഉണ്ടോ? എന്റെ അച്ഛനിപ്പോ വീട്ടിലാണ്. എന്റെ അച്ഛൻ പറഞ്ഞ ബൈക്ക് എടുത്തിട്ട് ഇവിടേക്ക് വന്നിട്ട് അമ്മേന്റെ അവസ്ഥയൊക്കെ നോക്കാനാണ്. വീട്ടിൽ അച്ഛനുണ്ട്, ബാക്കി വേറെ ആരും ഒന്നുമില്ല. അച്ഛൻ ജോലിക്ക് പോയി. അല്ല, അമ്മമ്മ. അമ്മമ്മയല്ലേ? ഇന്നലെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നെ ഡിസ്ചാർജ് ചെയ്യണം. അല്ല, താൻ മാത്രമേ ഉള്ളൂ തന്റെ അമ്മമ്മേനെ നോക്കാന്? അമ്മമ്മേനെ നോക്കണത് ഞാനും അച്ഛനും തന്നെ. അമ്മ ദിവസം ജോലിക്ക് പോയി. അച്ഛൻ സൈറ്റ് പോയതാണല്ലോ. സൈറ്റ് തന്നെ. ഓക്കെ, എന്നാ താന് ഒരു ആംബുലൻസ് ഞാൻ ഇട്ടോളാം. താന് തന്റെ അമ്മൂമ്മേനെ അപ്പത്തേക്ക് കൊണ്ടുപോകുള്ളൂ. ആ സിസ്റ്റർ അവിടെ ഉണ്ടോ? ഓക്കെ. ഇങ്ങനെ അടുത്ത ആളും പോയി. ഇനി അടുത്ത ആളും പോയി. ഓക്കെ. അതാരാ? താന് ആരായിരുന്നു? എന്താ പറയാ, ഇവിടെ ഒരു മോൻ വന്നിരുന്നല്ലോ. അല്ല, ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു കുട്ടിയാണ് വന്നത്. കാലിന്റെ ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഞാന് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പേര് നോക്കട്ടെ. അവന്തിക അല്ലേ? അവന്തിക. പിന്നെ വയസ്സ് എത്ര? 28 അല്ല, അവന്തികയല്ല. എന്താ, ഷാമിന്നല്ലേ? ഓക്കെ. ഡിസ്ചാർജ് ആക്കണം എന്ന് തന്നെ, കാരണം ഇന്നലെ കൊണ്ടുവന്നല്ലേ. അപ്പൊ കാലിനെന്തോ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയി നോക്കിയാണോ, കെട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞാൽ നാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? ഇന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് ഇന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോവാം. ഇന്ന് തന്നെ? അപ്പൊ മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? കാലിൽ തേക്കാനൊരു കുഴമ്പുണ്ട്. അത് ദിവസം ഈ കെട്ടൂരിട്ട് വേണം നമ്മളെ കൊണ്ടുപോയി. കെട്ടൂരിട്ട് അത്ര വലിയ ടൈറ്റിലൊന്നും വേണ്ട. ആ കെട്ട് ഊരാതെ തേച്ച് കഴിഞ്ഞാല് ആ കെട്ടുന്ന കുഴമ്പാവുമല്ലോ, അതുകൊണ്ട്.
അവിടെ അവിടെ ഒരാളുണ്ടാവും. അവിടെ നിന്ന് ബില്ലെടുത്തിട്ട് ഇവിടെ പൈസ തന്നാൽ മതി കേട്ടോ. റൂമിൻ്റെ നമ്പറും കൂടെ പറഞ്ഞോളൂ. റൂമിൻ്റെ നമ്പർ അനുസരിച്ച് 35 അല്ലേ? അപ്പം 35 രൂപയായിരിക്കും. ആ 35 രൂപ അവിടെ തന്നാൽ മതി കേട്ടോ. സാറേ നീ ഭാര്യനെ ഇന്ന് തന്നെ കിട്ടുമല്ലോ. ആ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാം. ടിക്കറ്റ് റൂം നമ്പർ എത്രയാ? 35 അല്ലേ? 35 രൂപയാണ്. 35 രൂപയാണ്. ഓക്കെ, ആ ടിക്കറ്റ് ഒന്ന് തരൂ, മുറിച്ച് തരാം. ഓക്കെ, ഇനി താന് അവിടെ സിസ്റ്റർ ഉണ്ടാവുക, അതിൽ ഒരു വീൽ ചെയറും കൊണ്ട് കൊണ്ടുപോവാ. അവിടെ ആംബുലൻസ് ഞാൻ എടുത്തുക്കോളാം. ഒരാളിപ്പോ അമ്മമ്മേനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരു ആംബുലൻസ് എടുത്തിരുന്നു. ഇത് ഒരു ആംബുലൻസ് കൂടെ ഉള്ളൂ. അപ്പോൾ താന് പെട്ടെന്ന് പോയിട്ട് കൊണ്ടുപോയി ആംബുലൻസ് എടുത്തോളൂ. വേറെ ആള് എത്തിയിട്ട് തനിക്ക് എന്താ അസുഖം? കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് അഡ്മിറ്റ് ആക്കിയ കുറെ ആൾക്കാരെയാണ് കൊണ്ടുപോകുന്നത്. തനിക്ക് അസുഖമാണോ അതോ വേറെ ആരെങ്കിലും അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ? അഡ്മിറ്റ് ആക്കിയതൊന്നല്ല. രാവിലെ തൊട്ട് എന്ത് കഴിച്ചാലും വയറിന് സുഖമാണ്. ഏത് മണ്ണ് വാങ്ങി കഴിച്ചിട്ട് അത് നമ്മള് എന്താ താൻ ഇന്നലെ എന്താ കഴിച്ചെന്നേ? പുട്ടും കടലയാണോ? കടല ഉണ്ടെന്നോ? കടലൊന്നുമില്ല. ഞാന് ഇഡലിയും പിന്നെ ഒരു സാമ്പാറുമാണ് കഴിച്ചത്. അന്ന് അവിടെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ വേറെ ഇതൊന്നുമില്ല. എനിക്ക് അങ്ങനെ കൂട്ടുകറികളും സാമ്പാറും അങ്ങനെ ഇതൊന്നും ഇഷ്ടമല്ല. സദ്യയൊക്കെ അല്ലാതെ അവിടെ ഒരു റിസപ്ഷൻ ആയിരുന്നു. ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. പാവപ്പെട്ട അവിടെ ഒരു വേറെ എന്തോ ഉണ്ടായിരുന്നു. ഇഡലി ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനവിടെ 2 എടുത്ത് വെച്ചു. സാമ്പാർ കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് വെച്ചു. പിന്നെ രാവിലെ ഞാൻ എണീച്ചപ്പോ എനിക്ക് വയറില് ഒരു മരുന്നൊക്കെ കഴിച്ച് നോക്കി. പക്ഷെ ഭേദമൊന്നും തന്നെ ആയില്ല. ഞാനൊരു കപ്പ് സിറപ്പ് തരാം. അത് കുടിച്ചു കഴിഞ്ഞാല് 2 ദിവസം കൊണ്ട് മാറും. അപ്പൊ താന് ഭേദമാവും. Part 2 will come.